ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൂന്നാറിലെ 4th ഡേ ആണ്. ഇന്ന് അപ്പച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഇന്ന് ഞങ്ങൾ മൂന്നാറിലെ ബ്ലോസം പാർക്കിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ മൂന്നാറിലെ ലാസ്റ്റ് ഡേയും കൂടെയാണ്. പാർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ കുളമുണ്ട്. അതിൻ്റെ നടുക്കൊരു നിൽക്കാൻ പറ്റിയ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലവും ഉണ്ട്. അവിടെ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ആ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ്. ഇന്ന് രാത്രിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ശരിക്കും മൂന്നാർ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും 4 ദിവസം ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചു. അടുത്ത ഞാൻ സിപ്പ് ലൈനിലാണ് കയറാൻ പോകുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് സിപ്പ് ലൈനിൽ കയറണമെന്ന്. ഞാൻ ഇതുവരെയും സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. 300 രൂപയായിരുന്നു ഒരാൾക്ക് സിപ്പ് ലൈനിൽ കയറുന്നതിന്. ഇവരാദ്യം തന്നെ ഒരു ബെൽറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നേരെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. കുറേ സ്റ്റെപ്പ് കയറണം, കുറേ മേളിലോട്ട് പോകാനുണ്ട്. ഞാൻ കുറേ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. മേളിലോട്ട് കയറുമ്പോൾ ഒരു നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച സിപ്പ് ലൈനിൽ പോകുമ്പോൾ എന്തായാലും നല്ല കാറ്റും നല്ല തണുപ്പുമായിരിക്കുമെന്ന്. അവസാനം ഞാൻ മേളിലെത്തി. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് കയറുന്നതായതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ കുറേ പൂക്കളും നല്ല അടിപൊളി പാർക്കുകളും എല്ലാം ഉണ്ടായിരുന്നു. പല ടൈപ്പുള്ള കുറേ പൂക്കളുണ്ടായിരുന്നു. നല്ല അടിപൊളി നല്ല കളറുള്ള പൂക്കളും. അതിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ. തിരിച്ചു പോയി. രാത്രി 9 മണിക്കാണ് തിരിച്ചു പോകേണ്ട ബസ്. പോകുന്നതിന് മുമ്പ് കുറച്ച് പർച്ചേസിങ് നടത്താമെന്ന് വിചാരിച്ചു. അവിടെ കുറേ അധികം കടകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഈ കടകളിൽ നിന്ന് മേടിക്കാൻ വേണ്ടി വിചാരിച്ചു. മൂന്നാറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു പെട്ടിനകത്ത് 3 ടൈപ്പുള്ള ചോക്ലേറ്റൊക്കെ മേടിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ തേയില മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. ഇവിടെ കുറേ ചോക്ലേറ്റ് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ അവരിങ്ങനെ ആക്കി കട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. പിന്നെ ഞങ്ങൾ മൂന്നാറിലെ ചന്തയിൽ പച്ചക്കറി മേടിക്കാൻ പോയി. അപ്പച്ചിക്ക് ക്യാരറ്റ് കേക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ മൂന്നാർ ചന്തയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് കിടക്കുന്നത് കണ്ടു. ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആരും കാണാത്തത് ഭാഗ്യം, അല്ലേ എന്നെ ഇറക്കി വിട്ടേനെ. അങ്ങനെ ഞങ്ങളുടെ തിരിച്ചു പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബസ്. 5-6 മണിക്കൂറത്തെ യാത്രയാണ്. ബസ്സിൽ കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. കുറച്ചു നേരം ഞങ്ങൾ ബസ്സിൽ കിടന്നുറങ്ങി. വെളുപ്പിന് 2 മണിയായപ്പോൾ വീട്ടിലെത്തി. മൂന്നാർ. And bye friends, let's see you on another vlog.